അനുവിൻ്റെ ബെഡിൽ ഇന്ന് നെവിൻ കുറേ വെള്ളം കോരി ഒഴിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ അനുമോൾ ഇന്ന് കിടന്നുറങ്ങുന്നത് ഒരു മൂലയിലുള്ള ഒരു സോഫയുടെ പുറകിൽ നിലത്തായിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഇത് അനുവിൻ്റെ ഒരു ഗെയിമാണ്. വേണമെങ്കിൽ അതിൽ നൂറയുടെ കൂടെ കിടക്കാം, അല്ലെങ്കിൽ അവർ തന്നെ ആ ഒരു സമയത്ത് നെവിൻ വെള്ളം കോരി ഒഴിച്ച സമയത്ത് വേറൊരു ബെഡ് അവർ അറേഞ്ച് ചെയ്ത് കൊടുത്തതാണ്. പക്ഷെ അതൊന്നും അനുവിന് വേണ്ട, അനുവിന് അന്നേരം വേണ്ട എന്ന് അനു തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗെയിം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അനുമോൾ അത് വേണ്ടെന്ന് പറഞ്ഞത്. അനുവിൻ്റെ ഒരു പ്രതികരണ രീതി കൂടിയാണ് ഇത്. ഒരു പ്രതിഷേധം എന്ന രീതിയിൽ ഇന്നൊരു ചുമല സോഫയുടെ പുറകിലായിട്ട് നിലത്ത് കിടക്കുകയാണ്. അതും വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് കിടക്കുന്നത്. ഒന്ന് തിരിയാൻ പോലും സ്ഥലമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് ആര്യനും അക്ബറും കൂടെ അവിടെ അടുക്കളയിൽ നിന്നിങ്ങനെ പറയുകയാണ്, എടാ ബാറ്ററി മാറ്റാൻ വേണ്ടി ഞാൻ അനുവിനെ എന്തോരം നോക്കിയെന്നറിയാമോ, നോക്കിയിട്ട് കണ്ടില്ല. ഏറ്റവും അവസാനമാണ് ആ ഒരു മൂലയിൽ പോയി കിടന്നുറങ്ങുന്നത് കണ്ടത്. അക്ബറിനെ വിളിച്ചത് കാണിച്ചു കൊടുക്കുമ്പോൾ ഞെട്ടുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, എടാ അവൾ വിന്നർ ആയിക്കോട്ടെടാ, ഇത്രയൊക്കെ കളിക്കുന്നതല്ലേ, എന്തോരം കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അതുമല്ല PR ഒക്കെ ഇതിൻ്റെ ബാക്കി കിടന്ന് നോക്കുന്നുണ്ടല്ലോ, എന്തായാലും ഇത്രയും കഷ്ടപ്പെടുന്നല്ലോ, അവൾ തന്നെ വിന്നർ ആയിക്കോട്ടെ എന്ന് അക്ബർ ആര്യൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് അനുമോളുടെ ഗെയിമാണ് എന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല അനുമോളുടെ ഒരു പ്രതിഷേധം കൂടിയാണ്. ലാലേട്ടൻ എന്തായാലും ഈ ഒരു വിഷയം എടുത്ത് ചോദിക്കണം എന്നുള്ള അനുവിൻ്റെ ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാക്സിമം എത്രയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റുമോ അത്രയും പ്രതിഷേധങ്ങൾ ചെയ്തുകൊണ്ട് ഈ ഒരു വിഷയത്തെ ഏറ്റവും വലിയൊരു വിഷയമാക്കി, പ്രധാന ചർച്ചാ വിഷയമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അനുവിൻ ഇങ്ങനെ ഒരു പ്രതിഷേധം കൂടി നടത്തുന്നത്. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയില്ലേ, ഏകദേശം അതുപോലെ തന്നെ. എന്തായാലും നന്നായിട്ടുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ടും പ്രൊമോ അപ്ഡേറ്റ്സിനായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.